നമസ്കാരം. ഒരു വർഷം അനേകം ഏകാദശികൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില ഏകാദശികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. വിഷ്ണു ഭഗവാൻ തന്റെ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസം എന്നും സകല പാപങ്ങൾ ഈ വ്രതാനുഷ്ഠാനത്താൽ മാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം വന്നു ചേരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാനെ തന്നെ സ്വയം അറിയുവാൻ സാധിക്കുകയും ചെയ്യും. മറ്റ് ഏകാദശികൾ ഒന്നും തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ ഏകാദശി പുണ്യം മതി മറ്റ് ഏകാദശികളുടെ സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരുവാൻ. എന്നാൽ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചവർ വൈകുണ്ഠ ഏകാദശിയും അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് പറയുക. ഇന്നേ ദിവസം നാം പാപങ്ങൾ എല്ലാം ഇല്ലാതായി ആത്മാവിനെയും അതേപോലെ തന്നെ ശരീരത്തിനെയും ശുദ്ധി വരുത്തുന്നു എന്നാണ് വിശ്വാസം. ഭഗവാൻ നമ്മുടെ കൈ പിടിക്കുന്നു എന്ന് തന്നെ പറയാം. ഡിസംബർ 23-നാണ് സ്വർഗവാതിൽ ഏകാദശി, അതായത് നാളെ. ഇന്നു മുതൽ തിഥി ആരംഭിച്ചിരിക്കുന്ന ദിവസവുമാകുന്നു. അതിനാൽ ഇന്നും അതിവിശേഷം തന്നെയാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ഇന്നേ ദിവസവും നാളെ ഏകാദശിക്കും ജപിക്കേണ്ട സവിശേഷമായ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഈ മന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടതാകുന്നു. ജപിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭഗവാൻ സർവ്വ സൗഭാഗ്യങ്ങളും നൽകും. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നാം ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചാണ് വീഡിയോ എങ്കിലും നാം മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നാം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം ചെയ്തതിന് ശേഷം മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട വിശേഷപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങൾ എല്ലാം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തേത് അതിരാവിലെ തന്നെ ഉണരുക എന്ന കാര്യമാണ്. എപ്പോഴാണ് ഉണരേണ്ടത് എന്ന കാര്യത്തിലും വ്യക്തത വേണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക ഏവർക്കും സാധിക്കണം എന്നില്ല. ഉണരുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെയാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുക. സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണർന്ന് വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന അതിവിശേഷപ്പെട്ട കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ നാം ശുദ്ധമായ അഥവാ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല. കീറിയ വസ്ത്രങ്ങളും ധരിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്നേ ദിവസം ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. സാധിക്കുന്ന ഏവരും നെയ്വിളക്ക് തന്നെ തെളിയിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം നാം അടുത്തതായി ചെയ്യേണ്ടത് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യമാകുന്നു. അതിനുശേഷം നാം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുമ്പോൾ കുടുംബസമേതം പോകുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കുന്ന ഏവരും ഇപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് നാളെ. അതിനാൽ തന്നെ നാളെ വിഷ്ണു ക്ഷേത്രത്തിൽ കുടുംബത്തിലെ അംഗങ്ങൾ ഏവരും ദർശനത്തിനായി പോകുന്നത് ശുഭകരമാകുന്നു. അടുത്ത് വിഷ്ണു ക്ഷേത്രമില്ല എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാകുന്നു. ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ ചില വഴിപാടുകൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. ഈ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ക്ഷേത്രപുരാണത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുക. പിന്നീട് നാം ചെയ്യേണ്ടത് തിരിച്ച് വീട്ടിലെത്തിയാൽ അടുക്കളയിൽ പ്രവേശിക്കുക എന്ന കാര്യമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം സ്ത്രീകൾ ഏവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അത് ജീവിത സാഹചര്യത്താലാകാം. അങ്ങനെയാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടൂ. ആ കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്നേ ദിവസം കുളിച്ചതിന് ശേഷം ആഹാരം കഴിക്കുക എന്ന കാര്യമാണ് ഏവരും ചെയ്യേണ്ടത്. വ്രതം എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ വ്രതം അനുഷ്ഠിക്കുക. വ്രതം എടുക്കാത്തവരാണ് എങ്കിൽ
വയറു നിറയെ, അതായത് നിറവയർ ആഹാരം ഒരിക്കലും കഴിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്നേ ദിവസം കുളിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണ തേച്ച് കുളിക്കരുത് എന്ന കാര്യമാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേ ദിവസം ഭഗവാനെ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കുക എന്ന കാര്യമാകുന്നു. നെഗറ്റീവായ ഒരു ചിന്തകളും മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതുമല്ല. അതേപോലെ മോശം വാക്കുകൾ ഇന്നേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. മത്സ്യവും മാംസവും ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കുക. അതേപോലെ ലഹരിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും പാലിക്കുക. ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ഇനി പറയുന്ന മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ആദ്യമായി നാം ജപിക്കേണ്ട മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാകുന്നു. ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം 108 തവണ ജപിക്കുക. സാധിക്കാത്തവർ 11 തവണ ജപിക്കുക. അതിനുശേഷം ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട നാമവും ഇന്നേ ദിവസം 108 തവണ അല്ലെങ്കിൽ 11 തവണ ജപിക്കുക. അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മൂലമന്ത്രം കൂടി ജപിക്കുക. ഈ മന്ത്രമാണ് പ്രധാനമായും ഇന്നേ ദിവസം ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മറ്റ് മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള മന്ത്രങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായും ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് കടന്ന് വരേണ്ടതാകുന്നു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ വന്നുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. അതോടൊപ്പം നെയ്വിളക്ക് തെളിയിച്ച് നെയ്വിളക്കിന് മുൻപിലിരുന്ന് ഈ മന്ത്രം ജപിച്ചാൽ ഇരട്ടി ഫലദായകമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മന്ത്രം ഇപ്രകാരമാകുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലൗകൈകനാഥം എന്നാകുന്നു. മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം. എന്നോടൊപ്പം ഏവരും ജപിക്കുവാൻ ശ്രമിക്കുക. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്നാകുന്നു.